നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏകദേശം എല്ലാ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങളുണ്ട്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ ഏറ്റവും കുറഞ്ഞത് 10,000 കോടി നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടെന്നാണ് നിഗമനം. അങ്ങനെയെങ്കിൽ അത്രയേറെ തന്നെ ഗ്രഹങ്ങളുമുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ഇതിപ്പോൾ നമ്മുടെ ഗാലക്സിയുടെ മാത്രം കണക്കാണ്. പ്രപഞ്ചത്തിൽ ഇതുപോലെ ഒരുപാട് ഗാലക്സികളുണ്ട്. അതിനേക്കാൾ പല കോടി മടങ്ങ് ഗ്രഹങ്ങളും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രപഞ്ചം മുഴുവൻ ജീവൻ കൊണ്ട് നിറഞ്ഞതായിരിക്കണം. അതിൽ മനുഷ്യരാശിയേക്കാൾ കൂടുതൽ പുരോഗമിച്ചതും അല്ലാത്തതുമായ ഏലിയൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ ഇതിനോടകം വെച്ച് തന്നെ നമ്മൾ പല ഏലിയൻസിനെയും കാണേണ്ടതാണ്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ഏലിയനെയും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഇതാണ് ഫെർമി പാരഡോക്സ്. അതായത് പ്രപഞ്ചത്തിൽ മുഴുവൻ ജീവൻ നിലനിൽക്കാൻ ഇത്രയേറെ സാധ്യത ഉണ്ടായിരുന്നിട്ടും നമ്മൾ ഇതുവരെ ഏലിയൻസിനെ ഒന്നും കണ്ടിട്ടില്ല എന്ന വിരോധാഭാസമാണ് ഫെർമി പാരഡോക്സ്. എന്തുകൊണ്ട് ഏലിയൻസിനെ ഒന്നും കാണുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമാകാൻ കഴിയുന്ന പല സിദ്ധാന്തങ്ങളുമുണ്ട്. എന്നിരുന്നാലും അതൊന്നും തന്നെ ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകൾ നമുക്കില്ല. എന്നാൽ ഇപ്പോൾ വ്യക്തമായ തെളിവുകളോടുകൂടി ഇതിന്റെ ഒരു ഉത്തരം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത്രയും കാലം ഏലിയൻസിനെ തിരഞ്ഞത് തെറ്റായ സ്ഥലത്തിലായിരുന്നുവെന്നാണ് ഈ പുതിയ കണ്ടെത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തെന്നാൽ നമ്മൾ ഏലിയൻസിനെ തേടിക്കൊണ്ടിരുന്ന എക്സോ പ്ലാനറ്റ്സ് എല്ലാം യഥാർത്ഥത്തിൽ വെറും ശ്മശാനങ്ങളായിരുന്നു. എപ്പോഴും മഹാവംശനാശങ്ങൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നരകലോകങ്ങൾ. അന്യഗ്രഹ ജീവികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ തിരച്ചിൽ പ്രധാനമായും റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്നാമത്, നമ്മുടെ ഗാലക്സിയിൽ 10,000 കോടിയിലേറെ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും അതിൽ 70 മുതൽ 80% റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളാണ്. അതിനാൽ പൊതുവായി കാണപ്പെടുന്ന തരം നക്ഷത്രങ്ങളെ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുമ്പോൾ ജീവൻ കണ്ടെത്താനുള്ള സാധ്യത കൂടുതലായിരിക്കും. രണ്ടാമത്, നക്ഷത്രങ്ങളിൽ നിന്നും ഒരുപാട് അകലെയുള്ള ഗ്രഹങ്ങളെ നിരീക്ഷിക്കാൻ വളരെ പ്രയാസകരമാണ്. എന്നാൽ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ വളരെ ചെറിയ നക്ഷത്രങ്ങളാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് സൂര്യന്റെ അയൽവാസിയായ പ്രോക്സിമ സെന്റൗറി. ഈ നക്ഷത്രത്തിന് നമ്മുടെ ജൂപ്പിറ്ററിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പമേ ഉള്ളൂ. ഭൂരിപക്ഷം റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളും ഇതിനേക്കാൾ ചെറുതാണ്. ഇത്രയും ചെറിയ നക്ഷത്രങ്ങൾക്ക് സ്വാഭാവികമായും ഗ്രാവിറ്റിയും ഒരുപാട് കുറവായിരിക്കും. അനന്തരഫലമായി റെഡ് ഡ്വാർഫുകൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ നക്ഷത്രത്തിന്റെ വളരെ സമീപത്താണ് നിലനിൽക്കുന്നത്. റെഡ് ഡ്വാർഫ്സിന്റെ ഹാബിറ്റബിൾ മേഖല പോലും അവയുടെ ഒരുപാട് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓർക്കുക, ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ സാധ്യതയുള്ള മേഖലയാണ് ഹാബിറ്റബിൾ മേഖല. അതിനാൽ തന്നെ ജീവൻ നിലനിൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടെന്ന് നമ്മൾ കരുതുന്നതും നക്ഷത്രങ്ങളുടെ ഈ മേഖലയിലാണ്. ഉദാഹരണത്തിന് 40 പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ട്രാപ്പിസ്റ്റ് 1 നക്ഷത്രം. ഈ നക്ഷത്രത്തിന് ചുറ്റും 7 ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നുണ്ട്. അതിൽ 3 നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ മേഖലയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ നക്ഷത്രത്തിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം പോലും, അതായത് ഹാബിറ്റബിൾ മേഖലയ്ക്കും അപ്പുറമുള്ള ഗ്രഹം പോലും നക്ഷത്രത്തിൽ നിന്നും വെറും 120 ലക്ഷം കിലോമീറ്ററുകൾക്ക് അകലെയാണ്. അതായത് ഈ സ്റ്റാർ സിസ്റ്റത്തിന് മൊത്തത്തിൽ നമ്മുടെ സൗരയൂഥത്തിലെ മെർക്കുറിയുടെ ഓർബിറ്റിന്റെ പകുതി വലിപ്പം പോലുമില്ല. ട്രാപ്പിസ്റ്റ് 1ന്റെ ഏറ്റവും സമീപമുള്ള ഗ്രഹമാണെങ്കിൽ നക്ഷത്രത്തിൽ നിന്നും വെറും 17 ലക്ഷം കിലോമീറ്ററുകൾക്ക് അകലെയാണ്. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ മെർക്കുറി സൂര്യനിൽ നിന്നും ശരാശരി 5 കോടി കിലോമീറ്ററുകൾക്ക് അകലെയാണ്. ഇതുപോലെ സകല റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങൾ നക്ഷത്രത്തിന്റെ വളരെ സമീപത്തായിരിക്കും. നക്ഷത്രങ്ങളുടെ ഒരുപാട് അടുത്തായിരിക്കുന്ന ഗ്രഹങ്ങളെ നിരീക്ഷിക്കാൻ താരതമ്യേന വളരെ എളുപ്പമാണ്. ഇനി മൂന്നാമത്, വലിപ്പം കുറഞ്ഞ നക്ഷത്രങ്ങൾ കൂടുതൽ കാലം നിലനിൽക്കും. പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രങ്ങളാണ് റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ. അതിനാൽ തന്നെ ഇവ പല ലക്ഷം കോടി മുതൽ ദശലക്ഷം കോടി വർഷങ്ങളോളം വരെ നിലനിൽക്കും. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ സൂര്യന്റെ ആയുസ് വെറും 1000 കോടി വർഷങ്ങളാണ്. റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ ഇത്രയേറെ കാലം നിലനിൽക്കുന്നതിനാൽ അവയ്ക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ ജീവൻ ഉത്ഭവിക്കാനും പരിണമിക്കാനും സ്വാഭാവികമായും വളരെയധികം കൂടുതൽ സമയം കിട്ടും. അവസാനമായി, ഏറ്റവും കൂടുതൽ റോക്കി പ്ലാനറ്റ്സ് ഉള്ളത് റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾക്കാണെന്നാണ് ഇതുവരെ നടത്തിയ സർവേകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. റോക്കി പ്ലാനറ്റ്സ് എന്ന് വെച്ചാൽ ഭൂമിയെപ്പോലെ സോളിഡായ കരഭാഗമുള്ള ഗ്രഹങ്ങൾ. ഇത്തരം ഗ്രഹങ്ങളിൽ ജീവൻ പരിണമിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് ഭൂമിയിലുള്ള ജീവനുമായി എന്തെങ്കിലും സാമ്യതയുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഏലിയൻസിനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കും. അതുകൊണ്ടാണ് റോക്കി പ്ലാനറ്റ്സിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്. അങ്ങനെ ഈ കാരണങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളാണ് ഏലിയൻസ് ഉണ്ടായിരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ലോകങ്ങൾ. അതുകൊണ്ടാണ് റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെ കേന്ദ്രീകരിച്ച് ഏലിയൻസിനെ തിരയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക റോക്കി പ്ലാനറ്റ്സും, അതായത് ജീവനുണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന ഭൂരിപക്ഷം എക്സോ പ്ലാനറ്റ്സും ശരിക്കും റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾക്ക് ചുറ്റും വലം വയ്ക്കുന്നവയാണ്. പക്ഷേ റെഡ് ഡ്വാർഫുകളെ കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ തിരച്ചിലിൽ വളരെ വലിയൊരു പ്രശ്നമുണ്ടെന്ന് പണ്ടേ തന്നെ ജ്യോതിശാസ്ത്രജ്ഞർ സംശയിച്ചിരുന്നു.
റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ അത്യധികം ആക്റ്റീവാണ്. എന്നുവെച്ചാൽ ഇവയിൽ കൊറോണൽ മാസ് എജക്ഷനും സ്റ്റെല്ലാർ ഫ്ലെയറും പോലെയുള്ള തീവ്രമായ പ്രതിഭാസങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത്തരം പ്രതിഭാസങ്ങളെ പൊതുവെ സ്റ്റെല്ലാർ സ്റ്റോം എന്നാണ് പറയുന്നത്. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് സ്റ്റെല്ലാർ സ്റ്റോംസ് ഉണ്ടാകുന്നത്. അതായത് നക്ഷത്രങ്ങളിലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ചിലപ്പോൾ പൊട്ടുകയും പുനഃക്രമീകരിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ പൊട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന വൻതോതിലുള്ള ഊർജ്ജം മുഴുവൻ പുറത്തുവരും. ഈ ഊർജ്ജ പ്രവാഹമാണ് സ്റ്റെല്ലാർ ഫ്ലെയേഴ്സും കൊറോണൽ മാസ് എജക്ഷൻസും പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ പ്രതിഭാസങ്ങളെക്കുറിച്ച് പണ്ട് മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ വിവരിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം പ്രതിഭാസങ്ങളൊക്കെ സകല നക്ഷത്രങ്ങളിലും സംഭവിക്കുന്നതാണ്. നമ്മുടെ സൂര്യനിലും ഇത് സംഭവിക്കുന്നുണ്ട്. അത് കാരണം ഭൂമിയിലെ ധ്രുവ പ്രദേശങ്ങളിൽ ഓരോറ ലൈറ്റ്സും ഉണ്ടാകാറുണ്ട്. സൂര്യനെ പോലെയുള്ള സാധാരണ നക്ഷത്രങ്ങളിൽ ഇത് സംഭവിക്കുന്നത് വളരെ ചെറിയ തോതിലാണ്. എന്നാൽ സാധാരണ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റെഡ് ഡ്വാർഫുകളിൽ ഇത് 100 മുതൽ 1000 മടങ്ങ് വരെ ശക്തമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. അതുമാത്രമല്ല, സാധാരണ നക്ഷത്രങ്ങളിലെല്ലാം സ്റ്റെല്ലാർ സ്റ്റോം എപ്പോൾ സംഭവിക്കുമെന്നും എപ്പോഴാണത് തീവ്രമാകുന്നതെന്നും ഒരു പരിധിവരെയെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനാകും. നമ്മുടെ സൂര്യനിലാണെങ്കിൽ 11 വർഷങ്ങളുടെ കൃത്യമായ ഇടവേളകളിലാണ് സ്റ്റെല്ലാർ സ്റ്റോം തീവ്രമാകുന്നത്. എന്നാൽ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളുടെ കാര്യം ഇങ്ങനെയല്ല. അവയിൽ സ്റ്റെല്ലാർ സ്റ്റോം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് ഒരു രീതിയിലും നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനാകില്ല. അതിനു പുറമെ റെഡ് ഡ്വാർഫുകളിൽ സ്റ്റെല്ലാർ സ്റ്റോം അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കും. നിഗമനമനുസരിച്ച് റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളിൽ ഒരു ദിവസം തന്നെ ഒന്നിലധികം തവണ അതിശക്തമായ സ്റ്റെല്ലാർ സ്റ്റോംസ് ഉണ്ടാകും. ഇതിനെല്ലാത്തിനുമുപരി സാധാരണ നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങളെല്ലാം നക്ഷത്രത്തിൽ നിന്നും ഒരുപാട് അകലെയായിരിക്കും. അതുകൊണ്ട് സ്റ്റെല്ലാർ സ്റ്റോം ഉണ്ടായാലും അത് അകലെയുള്ള ഗ്രഹങ്ങളിൽ ചെന്ന് പതിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ഇനി അഥവാ അങ്ങനെ വന്ന് പതിച്ചാലും അത് ഗ്രഹങ്ങളെ അത്രത്തോളം കാര്യമായി ബാധിക്കില്ല. കാരണം സാധാരണ നക്ഷത്രങ്ങളിൽ പൊതുവെ ഇത്തരം പ്രതിഭാസങ്ങളുടെ ശക്തി താരതമ്യേന കുറവായിരിക്കും. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ റെഡ് ഡ്വാർഫുകൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളെല്ലാം നക്ഷത്രത്തിന്റെ ഒരുപാട് സമീപത്താണ് നിലനിൽക്കുന്നത്. ഇത്രയും സമീപത്തായതിനാൽ നക്ഷത്രത്തിൽ നിന്നും വമിക്കുന്ന സ്റ്റെല്ലാർ സ്റ്റോംസ് എല്ലാം ഗ്രഹത്തിൽ വന്ന് പതിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. സമീപത്തായതുകൊണ്ട് തന്നെ ഈ സ്റ്റെല്ലാർ സ്റ്റോംസ് മൊത്തം ഗ്രഹങ്ങളെ വളരെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. ഇങ്ങനെ നിരന്തരമായി സ്റ്റെല്ലാർ സ്റ്റോം വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഗ്രഹങ്ങളുടെ അന്തരീക്ഷം മൊത്തം കാലക്രമേണ പൂർണ്ണമായും നശിച്ചു പോകും. അന്തരീക്ഷമില്ലാത്ത ഗ്രഹങ്ങൾ നമ്മുടെ ചന്ദ്രനെയും മെർക്കുറിയെയും മാർസിനെയും ഒക്കെ പോലെ ഉപയോഗശൂന്യമായ മരുഭൂമി ലോകങ്ങളായിട്ട് കിടക്കും. അതുമാത്രമല്ല, നക്ഷത്രങ്ങളിൽ നിന്നും എപ്പോഴും സൗരക്കാറ്റ് വീശിക്കൊണ്ടിരിക്കും. ശക്തമായ റേഡിയേഷനാണ് സൗരക്കാറ്റിലൂടെ വരുന്നത്. നമ്മുടെ സൂര്യനിൽ നിന്നും ഇങ്ങനെ സൗരക്കാറ്റ് വീശുന്നുണ്ട്. ഭൂമിക്ക് കട്ടിയുള്ള അന്തരീക്ഷമുള്ളതിനാൽ ഈ സൗരക്കാറ്റ് ഭൂമിയെ ബാധിക്കാറില്ല. അതുമാത്രമല്ല, ഭൂമി ഒരുപാട് അകലെയുമാണ്. ഇത്രയും ദൂരം എത്തുമ്പോഴേക്കും സൗരക്കാറ്റിന്റെ തീവ്രത കുറയും. എന്നാൽ അന്തരീക്ഷമില്ലാത്ത ഗ്രഹങ്ങളിലാണെങ്കിൽ ഈ റേഡിയേഷൻ മൊത്തം വന്ന് ഉപരിതലത്തിൽ പതിക്കും. ഈ കാരണങ്ങൾ കൊണ്ട് റെഡ് ഡ്വാർഫിന് ചുറ്റും നിലനിൽക്കുന്ന ഗ്രഹങ്ങൾ ചിലപ്പോൾ ജീവൻ നിലനിൽക്കാൻ ഒട്ടും തന്നെ സാധ്യതയില്ലാത്ത ഗ്രഹങ്ങളായിരിക്കുമെന്ന് പണ്ടേ തന്നെ ശാസ്ത്രജ്ഞർ സംശയിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സംശയം ശരിയാണെന്ന് സ്ഥിരീകരിക്കാനുള്ള ശക്തമായ തെളിവുകൾ പണ്ട് നമുക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ തെളിവ് കണ്ടെത്തിയിരിക്കുകയാണ്. ഏകദേശം 140 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു റെഡ് ഡ്വാർഫ് നക്ഷത്രമാണ് STKM11262. ഇതിന് നമ്മുടെ സൂര്യന്റെ പകുതിയോളം വലിപ്പമേ ഉള്ളൂ. കഴിഞ്ഞ മാസം, അതായത് 2025 നവംബറിൽ ഈ നക്ഷത്രത്തിലുണ്ടായ ഒരു കൊറോണൽ മാസ് എജക്ഷൻ ഡിറ്റക്ട് ചെയ്തു. ലോഫാർ റേഡിയോ ടെലിസ്കോപ്പിന്റെയും ESAയുടെ എക്സ്റേ ടെലിസ്കോപ്പിന്റെയും സഹായത്തോടെയാണ് ഇത് ഡിറ്റക്ട് ചെയ്തത്. CME എന്നത് മറ്റ് സ്റ്റെല്ലാർ സ്റ്റോംസിനെ പോലെയല്ല, മറിച്ച് അത്യധികം പവർഫുൾ ആണ്. നക്ഷത്രങ്ങളുടെ അന്തരീക്ഷത്തിന്റെ ഒരു ഭാഗം തന്നെ അടർന്നു പോകുന്ന പ്രതിഭാസമാണ് CME. അപ്പോൾ അത് എത്രത്തോളം തീവ്രമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. സമീപത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അന്തരീക്ഷം പൂർണ്ണമായും നശിപ്പിച്ച് കളയാൻ ഇത്തരം പ്രതിഭാസങ്ങൾക്ക് സാധിക്കും. കഴിഞ്ഞ മാസം റെഡ് ഡ്വാർഫിൽ ഡിറ്റക്ട് ചെയ്ത CME അത്യധികം പവർഫുൾ ആയിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചത്. നക്ഷത്രത്തിൽ നിന്നും 2400 km/s വേഗത്തിലാണ് ഈ CME പുറത്തേക്ക് വമിച്ചത്. താരതമ്യേന പറഞ്ഞാൽ സൂര്യനിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള 95% CMEകളും ഇതിനേക്കാൾ വളരെ കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ CME ജ്യോതിശാസ്ത്രജ്ഞരെയൊക്കെ ശരിക്കും അത്ഭുതപ്പെടുത്തി. വേഗതയ്ക്ക് പുറമെ ഈ CMEയുടെ സാന്ദ്രതയും ഒരുപാട് കൂടുതലായിരുന്നു. ഈ നക്ഷത്രത്തിന് ചുറ്റും ഗ്രഹങ്ങൾ നിലനിൽക്കുന്നതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ CMEയുടെ തീവ്രത വെച്ച് നോക്കുമ്പോൾ CME ഗ്രഹങ്ങളിൽ വന്ന് പതിച്ച ഉടനെ ഗ്രഹങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ടാകും. ഈ മാഗ്നറ്റിക് ഫീൽഡ് പഴയതുപോലെയാകാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ ആ സമയം കൊണ്ട് അന്തരീക്ഷത്തിന്റെ നല്ലൊരു ശതമാനവും അപ്രത്യക്ഷമാകും.
ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ കാലക്രമേണ ഈ ഗ്രഹങ്ങളുടെ അന്തരീക്ഷം മുഴുവൻ പൂർണ്ണമായും അപ്രത്യക്ഷമാകും. റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, കൂടുതൽ വേഗത്തിൽ കറങ്ങുന്ന നക്ഷത്രങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതൽ സങ്കീർണമായി വലിയുകയും ചുറ്റിപ്പിണയുകയും ഒക്കെ ചെയ്യും. അനന്തരഫലമായി ഇത്തരം നക്ഷത്രങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകും. വലിപ്പം കുറവായതിനാൽ തന്നെ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെല്ലാം മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് അത്യധികം വേഗത്തിലാണ് കറങ്ങുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ സൂര്യന് ഒരു തവണ കറങ്ങാൻ 3 ആഴ്ചയിൽ കൂടുതൽ സമയം വേണം. എന്നാൽ ഈ CME ഡിറ്റക്ട് ചെയ്ത റെഡ് ഡ്വാർഫ് നക്ഷത്രം വെറും 1.2 ദിവസം കൊണ്ടാണ് ഒരു തവണ കറങ്ങുന്നത്. ഈ വേഗതയും നക്ഷത്രത്തിന്റെ മറ്റ് സവിശേഷതകളുമൊക്കെ വെച്ച് കണക്കുകൂട്ടി നോക്കുമ്പോൾ ഈ നക്ഷത്രത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ സൂര്യന്റെ മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ 300 മടങ്ങ് വരെ ശക്തമായിരിക്കും. അപ്പോൾ ഈ നക്ഷത്രത്തിൽ നിന്നും ഉണ്ടാകുന്ന സ്റ്റെല്ലാർ സ്റ്റോംസും സ്വാഭാവികമായും സൂര്യനിൽ സംഭവിക്കുന്നതിനേക്കാൾ 100 കണക്കിന് മടങ്ങ് കൂടുതൽ ശക്തമായിരിക്കും. എന്തായാലും ഈ പറഞ്ഞത് CMEയുടെ തെളിവിന്റെ കാര്യമാണ്. മറ്റു തരം സ്റ്റെല്ലാർ സ്റ്റോംസിന്റെ തെളിവുകൾ പണ്ടേ തന്നെ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിരുന്നു. ഉദാഹരണത്തിന് 2014 ഡിറ്റക്ട് ചെയ്ത ഒരു സ്റ്റെല്ലാർ ഫ്ലെയർ. CMEയേക്കാൾ കുറച്ചുകൂടെ ശക്തി കുറഞ്ഞ പ്രതിഭാസമാണ് സ്റ്റെല്ലാർ ഫ്ലെയർ. ഏകദേശം 60 പ്രകാശ വർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ബൈനറി സിസ്റ്റമാണ് DJ കാനം വെനാറ്റിക്കോറം. 2014 ഈ നക്ഷത്ര വ്യൂഹത്തിൽ ഒരു സ്റ്റെല്ലാർ ഫ്ലെയർ ഡിറ്റക്ട് ചെയ്തിരുന്നു. നമ്മുടെ സൂര്യനിൽ ഇതുവരെ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ശക്തമായ സോളാർ ഫ്ലെയറിനേക്കാൾ 10,000 മടങ്ങിൽ കൂടുതൽ ശക്തമായിരുന്നു അത്. ഇതുപോലെ വേറെയും നിരവധി റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളിൽ വളരെ ശക്തമായ സ്റ്റെല്ലാർ ഫ്ലെയേഴ്സ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ബ്രൈറ്റ് ആയ പ്രകാശം പുറപ്പെടുവിക്കുന്ന പ്രതിഭാസങ്ങളാണ് സ്റ്റെല്ലാർ ഫ്ലെയേഴ്സ്. അതുകൊണ്ട് തന്നെ അവയെ ഡിറ്റക്ട് ചെയ്യാനും താരതമ്യേന എളുപ്പമാണ്. ഇങ്ങനെ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളിൽ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റെല്ലാർ ഫ്ലെയേഴ്സും നമ്മുടെ സൂര്യന്റെ സോളാർ ഫ്ലെയേഴ്സിനേക്കാൾ പവർഫുൾ ആയിരുന്നു. മറ്റൊരു കാര്യം, ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല എന്ന് കരുതിയിരുന്ന ചില റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ പോലും പിന്നീടുള്ള നിരീക്ഷണങ്ങളിൽ അത്യധികം ആക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ തീരെ അൺപ്രഡിക്റ്റബിളുമാണ്, വളരെയധികം വയലന്റുമാണ്. ഏലിയൻസിനെ തിരയുന്നത് റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെ കേന്ദ്രീകരിച്ചാണെങ്കിലും ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാൻ തീരെ സാധ്യത കുറവാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രമായ CMEയും സ്റ്റെല്ലാർ ഫ്ലെയേഴ്സും ഒക്കെ കാരണം ഈ നക്ഷത്രങ്ങളുടെ സമീപത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളിൽ അന്തരീക്ഷമുണ്ടായിരിക്കില്ല. എന്തെന്നാൽ ഈ ഗ്രഹങ്ങളിൽ ഓരോ തവണ തീവ്രമായ CME വന്ന് പതിക്കുമ്പോഴും അന്തരീക്ഷത്തിന്റെ ചെറിയൊരു ഭാഗം നഷ്ടമാവുകയായിരിക്കും. അതിനു പുറമെ CME വന്ന് പതിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് തകരും. അത് പഴയതുപോലെ ശരിയാകാൻ വീണ്ടും പല ദിവസങ്ങളോളം വരെ സമയമെടുക്കും. എന്നാൽ അതിനു മുന്നേ വീണ്ടും അടുത്ത സ്റ്റെല്ലാർ സ്റ്റോം ഉണ്ടാകും. അതിനാൽ ഈ ഗ്രഹങ്ങളിൽ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് തകർന്ന അവസ്ഥയിലായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത അവസ്ഥ അന്തരീക്ഷത്തിനെ കൂടുതൽ വേഗത്തിൽ നശിക്കാൻ സഹായിക്കും. അങ്ങനെ ഇത്തരം ഗ്രഹങ്ങളിൽ അന്തരീക്ഷത്തിന്റെ ഒരു തരി പോലും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല. അന്തരീക്ഷമില്ലാത്ത ഗ്രഹങ്ങളുടെ ഉപരിതലത്തിൽ സ്വാഭാവികമായും ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കാനാകില്ല. ഭൂമിയിലെ ജീവന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജലം. അതില്ലാത്ത ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അതിനു പുറമെ ബഹിരാകാശത്തിൽ നിന്നും വരുന്ന തീവ്രമായ റേഡിയേഷൻസിനെ തടയുന്നത് അന്തരീക്ഷവും മാഗ്നറ്റിക് ഫീൽഡുമാണ്. അന്തരീക്ഷവും മാഗ്നറ്റിക് ഫീൽഡുമില്ലെങ്കിൽ ഈ റേഡിയേഷൻസ് മൊത്തം ഉപരിതലത്തിൽ വന്ന് പതിക്കും. കഴിഞ്ഞ മാസം ഡിറ്റക്ട് ചെയ്തതുപോലത്തെ ഒരു CMEയിൽ നിന്നും വരുന്ന റേഡിയേഷന് സങ്കീർണമായി ജീവന്റെ സകല മോളിക്യൂൾസിനെയും തകർക്കാനാകും. അപ്പോൾ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളിൽ നിന്നും പതിവായി വരുന്ന തീവ്രമായ റേഡിയേഷൻ കാരണം അതിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ ജീവൻ പരിണമിക്കുക പോലുമില്ല. എന്തെന്നാൽ അതിനു മുൻപ് തന്നെ ജീവന്റെ കാരണമാകാൻ സാധ്യതയുള്ള മോളിക്യൂൾസ് ഒക്കെ നശിച്ചു പോകും. ഇനി അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ജീവൻ പരിണമിച്ചാലും അതെല്ലാം വളരെ വേഗം തന്നെ പൂർണ്ണമായും നശിക്കും. അവയ്ക്ക് സങ്കീർണമായ രീതിയിൽ പരിണമിക്കാനുള്ള ഒരു അവസരം പോലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം എക്സോ പ്ലാനറ്റ്സിൽ ജീവന്റെ ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ ഗാലക്സിയിൽ ഭൂരിപക്ഷവും റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളാണ്. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കും നമുക്ക് ഇതുവരെ ഏലിയൻസിനെ കണ്ടെത്താൻ സാധിക്കാത്തത്. കാരണം നമ്മൾ ഏലിയൻസിനെ തിരയുന്ന ഗ്രഹങ്ങളൊന്നും യഥാർത്ഥത്തിൽ വാസയോഗ്യമായ ലോകങ്ങളല്ല. റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കില്ല എന്ന് പറയുമ്പോഴും ഇവിടെ നമ്മൾ വളരെ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നാൽ ഭൂമിയിലെ ജീവനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഏലിയൻസിന്റെ അടയാളങ്ങൾ തിരയുന്നത്. അതായത് നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഭൂമിയിലെ ജീവൻ എന്തൊക്കെ അടയാളങ്ങളാണോ കാണിക്കുന്നത് അതേ അടയാളങ്ങൾ എക്സോ പ്ലാനറ്റ്സിലും ഉണ്ടോ എന്നാണ് നമ്മൾ തിരയുന്നത്. കാരണം ആ രീതിയിലുള്ള ജീവനെ മാത്രമേ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ.
റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഭൂമിയിലുള്ളതുപോലത്തെ ജീവൻ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു ഗ്രഹത്തിൽ ഭൂമിയിലുള്ളതുപോലത്തെ ജീവൻ പരിണമിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ശരിക്കും മറ്റൊരു ഗ്രഹത്തിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ജീവൻ പരിണമിക്കാനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് തന്നെ ഇത്തരം എക്സോ പ്ലാനറ്റ്സിൽ ജീവൻ ഉണ്ടായിരിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പകരം അവിടെ ഭൂമിയിലുള്ളതുപോലത്തെ ജീവൻ ഉണ്ടായിരിക്കില്ല എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാനാകും.